നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ദിവസമായിട്ട് റിക്വസ്റ്റ് വരുന്ന ഒരു റെസിപ്പിയാണ് ഫ്രൂട്ടി ചെയ്യാനായിട്ട്. അപ്പം നല്ല ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഫ്രൂട്ടി ചെയ്തെടുത്താലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ആദ്യം തന്നെ അതിനായിട്ടൊരു ഞാനൊരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തിട്ടുള്ള മാങ്ങയാണ്. ഇത് വീട്ടിൽ വിളഞ്ഞിട്ടുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തോട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് തോടോട് കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കട്ട് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം എന്തെങ്കിലുമൊക്കെ ചതവോ കേടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതില്ലാതായി പോവും. മിക്സ് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഇല്ലാതായി പോവും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ഫിസിലേക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ വെള്ളമൊന്നും ചേർക്കണ്ട, നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്താലും മതിയാവും. ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. വേറൊരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. പഞ്ചസാരയ്ക്ക് അത്യാവശ്യം മെൽറ്റായി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നന്നായിട്ട് കുറുക്കി ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരുപാട് നാളത്തേക്ക് ഇത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ച മാങ്ങ കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അല്പം പുളി കൂടി കിട്ടുന്നതായിരിക്കും. നല്ലൊരു പുളിപ്പ് മധുരവും ഒക്കെ ആയിട്ടുള്ളൊരു മാംഗോ ഫ്രൂട്ടി കിട്ടുന്നതായിരിക്കും. ഇനി ഇത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലുമൊക്കെ കൊത്തും മട്ടൊക്കെ കിടപ്പുണ്ടെങ്കിൽ പോകുമല്ലോ. നാരൊക്കെ കാണും, മാങ്ങയിൽ നല്ല നാരൊക്കെ കാണും. അപ്പോൾ അതും തോടെന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ടുള്ള ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.